ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പടവലങ്ങ വെച്ചൊരു കൂട്ടാനാണ്. നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് പരിചിതമായ തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ തീയൽ നമ്മൾ നിറയെ വെജിറ്റബിൾ വെച്ചുണ്ടാക്കും അല്ലേ. ഉള്ളിത്തീയൽ, പിന്നെ വെണ്ടയ്ക്ക തീയൽ, പ്രോൺസ് തീയൽ, മീൻ തീയൽ, അങ്ങനെ കുറേ ഉണ്ട്. നമുക്ക് നിറയെ വെജിറ്റബിൾസ് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന ഒരു കൂട്ടാനാണ് തീയൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് പടവലങ്ങ തീയലാണ്. എങ്ങനെ ചെയ്യാന്ന് വേഗം തന്നെ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ പടവലങ്ങ തീയലിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ: പടവലങ്ങ കുറച്ച് തിന്നായിട്ട്, ഒത്തിരി തിന്നൊന്നുമല്ല, പക്ഷെ കുറച്ച് തിന്നായിട്ട് അരിഞ്ഞത്, ഒരു അരമുറി തേങ്ങ, ഒരു 2 മീഡിയം സൈസ് സവാള, പുളി, തക്കാളി 1, പച്ചമുളക് 2, കുരുമുളക് 1/2 ടേബിൾ സ്പൂണ്, 1 ടീസ്പൂൺ പെരിഞ്ജീരകവും, ഒരു 3 വറ്റൽമുളകും, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കറിവേപ്പില, ആവശ്യത്തിന് എണ്ണ. അപ്പോൾ നമ്മൾ പടവലങ്ങ തീയലിന് വേണ്ടിയിട്ട്, അഥവാ സ്നേക്ക് ഗോഡ് തീയലിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മസാല ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് തേങ്ങ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഞാനൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നല്ലോണം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക്, ചൂടായ പാനിലേക്ക് എണ്ണ ഒന്നും ഒഴിക്കണ്ട. എണ്ണ ഒഴിക്കാതെ തന്നെ ഞാൻ എടുത്ത് വെച്ച് ചിരകിയ തേങ്ങ ഇതിലോട്ടിടുക. നല്ലോണം കളറൊക്കെ മാറണം. നല്ലോണം ഇങ്ങനെ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തേങ്ങ കരിഞ്ഞു പോവും. നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഇതൊന്ന് കളർ മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ മാറാൻ തുടങ്ങി. ഈ ഒരു സമയത്ത് ഞാൻ എടുത്തു വെച്ച കുരുമുളക് ഇതിലേക്ക് ഇടാണ്. ഒരു 30 സെക്കൻഡ്സ് ഇതൊന്ന് സ്റ്റർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പെരിഞ്ജീരകം, ഫെനൽ സീഡ്, ഡ്രൈ ചില്ലി, ഇത് രണ്ടും കൂടി ഇടുക. തീയലെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ ഒരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. നമ്മൾ പറയില്ല, ചില കറികളൊക്കെ ഒറ്റ കൂട്ടാനുണ്ടായാൽ മതി, നമുക്ക് ഒരു പറ ചോറ് തിന്നാന്നൊക്കെ. സോ അതിൽ ഉൾപ്പെടുന്ന ഒരു കറിയാണ് തീയൽ. മീൻ കൂട്ടാൻ, പിന്നെ ചില ചമ്മന്തി, ചില സമയത്ത് ചിലപ്പം നമ്മളിങ്ങനെ മുളക് ഉടച്ചത് വെച്ചുകൂടി നമ്മൾ കഴിച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചില കറികൾക്ക് അങ്ങനെയാണ്. ഈ മാമ്പഴ പുളിശ്ശേരി, അപ്പോൾ ചില കറികളൊക്കെ അങ്ങനെയാണ്. ഒരു കറി ഉണ്ടെങ്കിൽ മതി, നല്ലോണം ഭക്ഷണം കഴിക്കും. തീയൽ എപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ആണ്. അതിൻ്റെ ഒരു മണം തന്നെ നമുക്ക് എല്ലാ വെജിറ്റബിൾ വെച്ച് ഉണ്ടാക്കുന്ന വെണ്ടയ്ക്ക തീയൽ, ചെമ്മീൻ തീയൽ, ഉള്ളിത്തീയൽ ഒക്കെ ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. ഇതേ തന്നെ സെയിം റെസിപ്പി തന്നെയാണ്. നോൺ വെജിന് കുറച്ചുകൂടെ ഒന്ന് ഒരു മസാല മാറ്റി പിടിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ആയി. ഇതിലേക്ക് നമ്മൾ 2 കറിവേപ്പിലയും കൂടി ഇടാൻ പോവാണ്. തേങ്ങ ഇങ്ങനെ വറുത്ത് വരുമ്പോഴുള്ള ഒരു മണം, നല്ലൊരു മണമാണ്. തേങ്ങയും കറിവേപ്പിലയും ഒക്കെ കൂടിയുള്ളൊരു മണം. ഇപ്പം തന്നെ ഒരു കൂട്ടാനായ പോലൊരു ഫീലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ നല്ലോണം വറുത്ത് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാണ്. ഈ ഒരു ചൂടിലേക്ക് ഞാൻ പൊടികൾ ആഡ് ചെയ്യാൻ പോവാണ്. ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടാണ്, മുളക് പൊടി ഒരു 1.5 ടേബിൾ സ്പൂണ്,
മല്ലിപ്പൊടി ഞാൻ 2 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് പടവലങ്ങ കുറച്ച് കൂടുതലുണ്ട്. ഇതിപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ആ ചൂടിലാണ് ഇട്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലെയിം ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോവും. അപ്പോൾ ആ ചൂടിൽ ഇത് കിടന്ന് ചൂടായിക്കോളും. ഈ പൊടികളെല്ലാം ഒന്ന് ചൂടാവണം. ശരിക്കും പറഞ്ഞാൽ മുളക് പൊടി വേണമെങ്കിൽ നമുക്ക് കുറയ്ക്കാം. കുറച്ചിട്ട് കുരുമുളക് പൊടി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. മുളക് പൊടിയേക്കാളും സത്ത് ഇതാണ്, എന്താ പറയുക, കുരുമുളകാണ്. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതൊന്ന് ആറിയിട്ട് വേണം നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് അരച്ച് നോക്കാം. അത് അരിയുന്നില്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. വെള്ളം ഒഴിക്കാണ്ട് അരച്ചെടുക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വ്യത്യാസമാണ്. ഒത്തിരി വ്യത്യാസം ഉണ്ടാവും വെള്ളം ഒഴിച്ചരയ്ക്കുന്നതിലും വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കുന്നതിലും. എന്തായാലും ഒന്ന് നോക്കാം, നമുക്ക് വെള്ളം ഒഴിക്കാണ്ട് അരച്ച് നോക്കാം. ഇല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അരച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ മസാല ഒന്ന് തണുക്കുന്നത് വരെ അതിനുള്ളിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതും കുറച്ച് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുകയാണ്. നമ്മൾ വെളിച്ചെണ്ണയും ഉപയോഗിക്കാം, അതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എണ്ണ ഇവിടെ നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള, കുറച്ചൊരു കഷ്ണം പോലെ നമ്മൾ കണ്ടിക്കണം. ഒത്തിരി തിന്നായിട്ടൊന്നും വേണ്ട, തീ എണ്ണല്ല, അപ്പോൾ കുറച്ച് കഷ്ണമൊക്കെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സൈസിൽ നമ്മൾ സവാള കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക് ഒന്ന് സ്ലിറ്റ് ചെയ്താണ്. കുറച്ച് കറിവേപ്പില, ഇതിലേക്ക് തക്കാളി, ഇതൊരു 1 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പടവലങ്ങ ഇടാം. നമ്മുടെ പടവലങ്ങ ഒന്ന് നല്ലോണം വാടി വരണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കാൻ വെക്കാം. ഒത്തിരി വേണ്ട, കുറച്ച് മതി. എന്നുവെച്ചാൽ നമ്മളിനി പുളിവെള്ളമൊക്കെ ഒഴിക്കണം, മസാല ഇടണം, അതിൻ്റെ വെള്ളം ഉണ്ടാവും. ഇങ്ങനെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന പോലൊന്ന് മതിയാവും. തിരിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ്സ് വേവിക്കാം. നമ്മുടെ പടവലങ്ങയൊക്കെ ഇവിടെ നല്ലോണം വെന്തിട്ടുണ്ട്.
കണ്ടില്ല, ഇതൊരു ട്രാൻസ്പെറൻറ്റ് കളറായി. അപ്പം ഇതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പാണ് ഇതിലോട്ട് ഇടാൻ പോവാണ്. ഇതിലേക്ക് നമ്മൾ മസാല അരച്ചതിൻ്റെ വെള്ളം കൂടി ഇടുകയാണ്. നല്ല അടിപൊളി കളറല്ലേ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. നല്ല മണമുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് ചേർത്തതിൻ്റെ നല്ല മണം, കുരുമുളകിൻ്റെ ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്തായാലും നമുക്കൊരു വറുത്ത് അരച്ചതായാലും നമ്മളൊന്ന് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കണം, നല്ലോണം ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോകാനായിട്ട്. എല്ലാം കൂടെ ഈ പച്ചക്കറികളും മസാലയൊക്കെ ഒന്ന് ബ്ലെൻഡായിട്ട് ആ ഒരു സ്മെല്ലും കൂടെ ഒന്ന് പോകാനായിട്ട് ഒന്ന് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് വെക്കാം. അപ്പം നമ്മുടെ ഓയിലൊക്കെ നല്ലോണം വിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തീയൽ ഭയങ്കര എന്താ പറയുക, വെള്ളമായിട്ടുള്ള ഒഴിച്ചുകറിയൊന്നും അല്ല, കുറച്ച് തിക്കായിട്ടുള്ള കറിയായിരിക്കും. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളിയില്ലേ, അത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കാം. ചെറിയ തീയിൽ വെച്ചാൽ മതി ഈ ഒരു സമയം, എന്താ വെച്ചാൽ പുളി ഒഴിച്ചതായതുകൊണ്ട്. ബാക്കി എല്ലാ വെജിറ്റബിൾസും മസാലയൊക്കെ നല്ലോണം വെന്തതാണ്. അപ്പോൾ പുളിയുടെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിൽ നിന്ന് വാങ്ങാവുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിക്കുകയാണ്. ഇച്ചിരി വെള്ളം മതിയാവും. ഉപ്പും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ പടവലങ്ങ തീയൽ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ അടിപൊളി പടവലങ്ങ തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതിന് ചോറിൻ്റെ കൂടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ അടിപൊളി. ഈ ഒരൊറ്റ കൂട്ടാൻ മതി ഒരു പ്ലേറ്റ് ചോറുണ്ണാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. എപ്പോഴും പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വേറൊരു ഡിഷുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കൂടി കാണാം. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.